റെയിൽവേ പാർക്കിംഗ് ഫീസ് വർധനവിൽ തീവെട്ടിക്കൊള്ളയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കനക്കുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ADRMനെ ഉപരോധിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളുമായി സുലേഖ കൂടി ചേരുന്നുണ്ട്. സുലേഖ, വലിയ തരത്തിലുള്ള തീവെട്ടിക്കൊള്ളയാണ് റെയിൽവേ നടത്തുന്നത്. പാർക്കിംഗ് ഫീസ് 2 വീലറിന് ഒരു മാസം 200 രൂപ എന്നുള്ളത് 600 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. വലിയ തരത്തിലുള്ള തീവെട്ടിക്കൊള്ള അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയർന്നു. ഇപ്പോൾ ആ പ്രതിഷേധം ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് ADRMന്റെ ഓഫീസ് ഉപരോധിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, എങ്ങനെയാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുന്നത്? നേരത്തെ DRMന്റെ ഓഫീസ് ഉപരോധിക്കാനായിരുന്നു തീരുമാനം. ഇപ്പോൾ അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ ബിജിയുടെ ഓഫീസ് ഉപരോധിക്കുകയാണ്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? ഫീസ് കൊള്ളയ്ക്കെതിരെ വലിയ തരത്തിൽ ഉള്ള പ്രതിഷേധം ഉയരുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ തിരുവനന്തപുരത്ത് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ ഓഫീസിന് മുന്നിൽ ഓഫീസറെ ഉപരോധിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്രതിഷേധിച്ചവരെ. വലിയ തരത്തിലുള്ള പ്രതിഷേധം കേരളമാകെ ഉയരുകയാണ്. കേരളത്തോട് വലിയ തരത്തിലുള്ള അവഗണനകൾ, കേരളത്തിന് അർഹതപ്പെട്ട പല ട്രെയിനുകൾ, പല പദ്ധതികൾ തടഞ്ഞു വച്ചിരിക്കുന്ന റെയിൽവേയാണ് ഇപ്പോൾ സാധാരണക്കാരായ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ കുത്തനെ കൂട്ടി 200 രൂപയായിരുന്ന 2 വീലറിൻ്റെ പാർക്കിംഗ് ഫീസ് 600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും 2 വീലറിൻ്റെയും 4 വീലറിൻ്റെ അടക്കം പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടിയത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. ഇപ്പോൾ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. റെയിൽവേ കൊള്ളയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സംസ്ഥാനത്ത് ആദ്യമായി ഈ വിഷയം ഡിവൈഎഫ്ഐ ഈ പ്രതിഷേധത്തിന്റെ മുന്നണിയിൽ ഡിവൈഎഫ്ഐ ആണുള്ളത്. ഇപ്പോൾ സുലേഖ ചേരുകയാണ്. സുലേഖ, വലിയ തരത്തിലുള്ള പ്രതിഷേധം, ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? റെയിൽവേയുടെ പാർക്കിംഗ് ഫീസ് കൊള്ളയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ ADRMന്റെ ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്ന. വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സുലേഖ, പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ ഡിവൈഎഫ്ഐ തന്നെയുണ്ട്. റെയിൽവേയുടെ തീവെട്ടിക്കൊള്ളയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംസ്ഥാനമെമ്പാടും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുകയാണ്. എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ? വലിയ തരത്തിലുള്ള പ്രതിഷേധമാണിപ്പോൾ തിരുവനന്തപുരത്ത് റെയിൽവേ ഡിവിഷണൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ അരങ്ങേറുന്ന. റെയിൽവേയുടെ പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടിയ റെയിൽവേയുടെ കൊള്ളയ്ക്കെതിരെ, തീവെട്ടിക്കൊള്ളയ്ക്കെതിരെ പ്രതിഷേധം രംഗത്താണ് ഡിവൈഎഫ്ഐ. വിവരങ്ങളുമായി സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സുലേഖ, പ്രതിഷേധം ആളിക്കത്തുകയാണ്. റെയിൽവേ നടത്തുന്നത് കൊള്ള തന്നെയാണെന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ റെയിൽവേ ഡിവിഷണൽ മാനേജർ ഓഫീസിന് മുന്നിലേക്ക് സമരം നടത്തിയ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ?
ഡിവൈഎഫ്ഐയുടെ കാര്യത്തിൽ നടക്കുകയാണ്. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച ഈ വാഹനത്തിനകത്തേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ പാർക്കിംഗ് ഫീയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധത്തിന് ഇറങ്ങിയത് ഡിവൈഎഫ്ഐ തന്നെയാണ് എന്ന് വരികയാണ്. 30% ഇത്തരത്തിൽ പാർക്കിംഗ് ഫീ യാതൊരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ റെയിൽവേ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. നിലവിലിപ്പോൾ ഈ പ്രതിഷേധക്കാരെ ഈ കാര്യത്തിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നത്. ഇവിടെ ബലം പ്രയോഗിച്ചാണ് ഇത്തരത്തിൽ പോലീസിന്റെ വാഹനത്തിൽ കയറ്റുന്നുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നത്. പക്ഷേ ഇപ്പോഴും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയാണ്. ശരി, സുലേഖയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ ഡിവിഷണൽ മാനേജറുടെ ഓഫീസിന് മുന്നിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങളുടെ വെടിവെക്കും വെടിയായി ഞങ്ങൾ പുല്ലൊന്നുമില്ല. മര്യാദ സ്വഭാവം കഴിയരുത്. ഞങ്ങളെ വീഡിയോ ഉണ്ട്. ആരാണ് അവിടെ കയ്യാൻ അടിച്ചോടിക്കും. മര്യാദക്കാണ് പറയണം. ഞങ്ങൾ അടിച്ചോണ്ടാണ് വിഷമത്തിൽ പറയണം. അങ്ങനെ അടിക്കാൻ നിങ്ങൾ ആലോചിച്ചത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അവകാശം. ഞങ്ങൾ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ വേറെ ചെയ്തില്ലല്ലോ. ഞാൻ അർജുനാത്തോണ്ടാണ് ഒരു മര്യാദ സ്വഭാവം കഴിയല്. ഉദ്യോഗസ്ഥരെ ഡിവൈഎഫ്ഐക്കാരൻ അടിക്കണം. ഉദ്യോഗസ്ഥർക്ക് ആരാണ് ഡിവൈഎഫ്ഐക്കാരൻ അടിക്കാൻ അധികാരം കൊടുത്ത? RPF അല്ലെങ്കിൽ പോലീസോ ഉണ്ട്. പോലീസാണ് ഇവിടെ ഈ സമരത്തെ കൈകാര്യം ചെയ്യാൻ വന്നത്. അല്ലെങ്കിൽ RPF കൈകാര്യം ചെയ്തിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സിവിൽ ഡ്രസ് ഇട്ട ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങളെ സഹാവിനെയാണ് അടിച്ചേക്കുന്നത്. ഒരു മര്യാദ സ്വഭാവം. ഞങ്ങൾ ഈ നാടിനെ ബാധിക്കുന്ന വിഷയത്തിലാണ് സമരം ചെയ്യാൻ വന്നത്. പകൽ കൊള്ളയല്ലേ, തീവട്ടി കൊള്ളയല്ലേ. 200 രൂപയായിരുന്നു പാർക്കിംഗ് ഫീസ്, 600 രൂപയാക്കാണ്. 20 രൂപ 50 രൂപയാക്കാണ്. മണിക്കൂർ മാറ്റമുണ്ട്. അല്ല, നിങ്ങൾക്ക് ഫ്രീ ആണ്, സൗജന്യമാണ്. നിങ്ങളെ തിണ്ണമെടുക്കൊണ്ട് നിങ്ങൾക്ക് എന്തോ ആവാം. ഒരു മര്യാദ സ്വഭാവമല്ലേ നിങ്ങൾ കാണിച്ചത്? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു സമരത്തിന് അതിൻ്റെ ഇടയ്ക്കൊന്നും മറ്റേ കൈകൊണ്ട് കൈകാര്യം ചെയ്യണത്. കൈകാര്യം ചെയ്യുന്നതിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ ഉദ്യോഗസ്ഥർ നേരത്തെ ഇവിടെ വന്നപ്പോഴേ പ്രശ്നമാണ്. ഞങ്ങൾ സമരമായി ന്യായമായ വിഷയമായി സമരം വന്നതാണ്. ഞങ്ങൾ വന്നപ്പോഴേ ഉദ്യോഗസ്ഥർ വലിയ പ്രവോക്കടാണ്. ഉദ്യോഗസ്ഥരെ വലിയ പ്രശ്നമാണ്. പോലീസ് ഒരു സമരത്തെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കണമെന്ന് തീരുമാനിച്ച് ഇനിയും അവിടെ ഇരിക്കും. ഞങ്ങൾ ആളെ വിളിച്ചുകൊണ്ട് വീണ്ടും വരും. ആ തീരുമാനിച്ചാൽ ചെയ്യാനുള്ള ശേഷിയുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ. പക്ഷെ ഒരാളെ ഉപദ്രവിക്കുന്നത് വെച്ചാൽ അയാൾക്ക് നല്ല പരിക്കൊണ്ടത്. അയാൾ ഇടിക്കുകയെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരെ ഇടിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഇടിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? അത് ഞങ്ങൾക്കറിയാം ആരാണെന്ന്. ഞങ്ങളുടെ വീഡിയോ ഉണ്ട്. ഞങ്ങൾ വീഡിയോ പുറത്തുവിടും. ആ പുറത്തുവിട്ട് ഞങ്ങൾ നിയമപരമായി കൈകാര്യം. ഈ ന്യായമായൊരു വിഷയമല്ലേ? ഈ നാടിനെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ ഈ സമരം? ഏതെങ്കിലും നിലയിൽ ഒരാൾ ഈ സമരത്തിനെതിരെ അഭിപ്രായം പറയുമോ? നിങ്ങൾക്കെതിരെ അഭിപ്രായം കാണൂലല്ലോ. നിങ്ങൾ ചില ഉദ്യോഗസ്ഥ മേധാവികൾ നരേന്ദ്രമോദിയുടെ പണം വാങ്ങിച്ചിട്ട് നരേന്ദ്രമോദിക്ക് സേവ ചെയ്യണവരായിരിക്കും. നിങ്ങളെ സേവ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേവ ചെയ്ത് കേരളമാണെന്ന് ഓർത്തോളാം. ഇവിടെ നമ്മൾ ന്യായമായ സമരത്തിലാണ്. ഒരു മോശം വാക്ക് പറഞ്ഞില്ലല്ലോ. അകത്തിരുന്ന പോലീസുകാർക്ക് അറിയില്ല, RPFകാർക്ക് അറിയില്ല. നിങ്ങളെ ഉദ്യോഗസ്ഥരുടെ നിങ്ങളൊരു വനിത വന്നല്ലോ. നമ്മളെന്ത് മാന്യമായിട്ടാണ് അവരോട് സംസാരിച്ചത്. അയാൾക്ക് എഴുതിത്തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അയാൾക്ക് പേടിയാണ്, മേലുദ്യോഗസ്ഥനെ പേടിയാണ്. അയാളെ ഇവിടെ നിന്ന് മാറ്റുമെന്ന്. RPFകാരിക്കല്ല അതിൻ്റെ ഉത്തരവാദിത്തപ്പെടെ. അവരെല്ലാം പാവകളൊക്കെ നിൽക്കുകയാണ്. ഈ സമരം ഞങ്ങൾ ഇത് നിർത്തുന്നില്ല. ഈ സമരം ഞങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകും. ഈ സമരം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കില്ല. വലിയ ശക്തിയായ പ്രതിഷേധം നമ്മളിതിൽ രേഖപ്പെടുത്തും. തുടർന്ന് നമ്മൾ ഈ ക്യാമ്പയിൻ തുടരും. നമ്മൾ ഇന്നിവിടെ പോകുന്നില്ല. ഇവിടെ നമ്മൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും. ഇവിടെ ഈ പറഞ്ഞ നിലയിൽ ഈ ഉദ്യോഗസ്ഥരെതിരായി പോലീസ് ആക്ഷൻ എടുക്കണം. ഞങ്ങളുടെ പരാതിയിന്മേൽ ഈ ചെയ്ത ഉദ്യോഗസ്ഥരെതിരായി പോലീസ് നമുക്ക് പരാതിയുണ്ട്. അതിന്മേൽ കേസെടുക്കണം. ഇവിടെ ഈ സമരം നമ്മൾ തുടരും. ഒരു സംശയവും വേണ്ട. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നില്ല. ഇവിടെ ഇരുന്ന് സമരം ചെയ്യും. ശരി.